ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മൾ നോക്കാൻ പോകുന്ന ലെയർ എഡ്ജിൻ്റെ പുതിയ അപ്ഡേറ്റ് ആയിട്ടുള്ള പ്രൂഫ് ഓഫ് ഹ്യൂമാനിറ്റി POH എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ആൻസർ എല്ലാം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മുഴുവനായിട്ടും കണ്ട് കൃത്യമായിട്ടെല്ലാം ഫോളോ ചെയ്യാൻ നോക്കുക. ഇപ്പോൾ പലരും വെയിറ്റ് ചെയ്യുന്ന ക്രിപ്റ്റോ ടാക്സിൻ്റെ പാർട്ട് 2 വീഡിയോക്ക് വേണ്ടിയിട്ടായിരിക്കും. ഇന്നലെ തന്നെ ഞാൻ പാർട്ട് 1 ചെയ്തിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായിട്ടും പോയി കാണുക. എന്നിട്ട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ആ ഒരു വീഡിയോ ഇതിന് ശേഷമാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുക. കാരണം ജൂലൈ 31 വരെ നമുക്ക് എന്തുണ്ട്, ടാക്സ് അടയ്ക്കാൻ സമയമുണ്ട്. പക്ഷേ ലെയർ എഡ്ജിൻ്റെ POH കംപ്ലീറ്റ് ചെയ്യാൻ ഇനി 5 ദിവസം മാത്രമേ ഉള്ളൂ. ഏപ്രിൽ 25, 2025 വരെ മാത്രമാണ് സമയമുള്ളത്. ബോർഡ്സിനെയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനാണ് ഈ POH കൊണ്ടുവന്നിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഹ്യൂമൻ ആണ് എന്ന് തെളിയിക്കാൻ വേണ്ടി. അപ്പോൾ നിർബന്ധമായിട്ട് ചെയ്യണം. ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല, എയർ ഡ്രോപ്പ് കിട്ടില്ല എന്ന കാര്യം മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ലെയർ എഡ്ജിൻ്റെ ഡാഷ്ബോർഡിലേക്ക് വരിക. ഇവിടെ നിങ്ങൾക്ക് POH എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ലിങ്ക് താഴെ കൊടുക്കാം. വേണ്ടവർക്ക് അതിലൂടെ കയറി വന്നാലും മതി. എങ്ങനെ വന്നാലും സെയിം ഈ ഒരു പേജിലേക്കാണ് വരിക. ഓക്കെ, പ്രൂഫ് ഓഫ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഈ പേജിലേക്കാണ് വരിക. ഇവിടെ നിങ്ങൾക്ക് വാലറ്റ് കണക്ട് ചെയ്യാനുണ്ട്. നിങ്ങൾ ലെയർ എഡ്ജിന് യൂസ് ചെയ്ത സെയിം വാലറ്റ് തന്നെ അവിടെ കണക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ യൂസ് ചെയ്തത് OKX ആണ്. അപ്പോൾ ലെയർ എഡ്ജിൽ നിങ്ങൾ യൂസ് ചെയ്ത സെയിം വാലറ്റ് തന്നെ കൊടുക്കുക. എന്നിട്ട് കണക്ട് കൊടുക്കുക. കണക്ട് കൊടുത്ത് കഴിഞ്ഞാൽ എന്താവും, നിങ്ങളിവിടെ കണക്ട് ആയത് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും യു ഹാവ് ഇൻ കംപ്ലീറ്റഡ് ദി പ്രൂഫ് ഓഫ് ഹ്യൂമാനിറ്റി. ഞാനിതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. നമുക്കൊരു സ്കോറും ഈ ഹ്യൂമാനിറ്റി സ്കോർ കിട്ടുന്നതാണ്. 40 മിനിമം വേണ്ടത്. 40 ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല, എയർ ഡ്രോപ്പ് കിട്ടില്ല. നമുക്കിവിടെ ലെവൽ 1 വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് കാണാം ബൈനാൻസിൻ്റെ KYC ലെവൽ 2 KYC കംപ്ലീറ്റ് ചെയ്ത അക്കൗണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വെരിഫൈ ചെയ്യാം. നിങ്ങൾ ഊബർ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ 50 റൈഡ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് വെരിഫൈ ചെയ്യാം. നിങ്ങൾ കൂക്കോയിൻ യൂസ് ചെയ്യുന്നുണ്ട്, KYC ചെയ്ത കൂക്കോയിൻ അക്കൗണ്ട് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് വെച്ച് വെരിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ ലെവൽ 2 വെരിഫിക്കേഷൻ ചെയ്ത ബൈബിറ്റ് അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാൻ പറ്റും. കോയിൻ ബേസ് ഉണ്ടെങ്കിൽ ചെയ്യാം, OKX ഉണ്ടെങ്കിൽ ചെയ്യാം. യൂബിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അപ്ബിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാം. Gate.io ഉണ്ടെങ്കിൽ അതും ചെയ്യാം. ഇതിലെല്ലാം KYC നിർബന്ധമാണ്. നിങ്ങൾ ID കാർഡ് വെച്ച് വെരിഫൈ ചെയ്തിരിക്കണം. ഓക്കെ, ബൈനാൻസ് നോക്കുകയാണെങ്കിൽ ലെവൽ 2 വേണം, ബൈബിറ്റ് നോക്കുകയാണെങ്കിൽ ലെവൽ 2 വേണം. ഓക്കെ, ഈ ബൈനാൻസിലും ബൈബിറ്റിലെല്ലാം തന്നെ പുതുതായിട്ട് പാൻ കാർഡും കൂടെ കൊടുക്കാനായിട്ടൊരു ഓപ്ഷൻ KYC വന്നിട്ടുണ്ട്. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ഇനി ചെയ്യുന്നില്ല. അതിനെപ്പറ്റി വീഡിയോ ഞാൻ അടുത്തായിട്ട് ചെയ്യുന്നുണ്ട്. നാളെ തന്നെ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ചെയ്യണോ എന്നുള്ളത്, ചെയ്തെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. ഞാൻ എന്തായാലും നിലവിൽ ബൈബിറ്റിലും ബൈനാൻസിലും KYC ചെയ്യുന്നില്ല. ഞാൻ ഈ 2 എക്സ്ചേഞ്ചുകളും ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൂക്കോയിൻ വെച്ചിട്ടാണ്. നിങ്ങൾ ഏത് എക്സ്ചേഞ്ചാണ് നിങ്ങളുടെ കയ്യിൽ ലെവൽ 2 ചെയ്തതുള്ളത് അത് വെച്ച് ചെയ്യുക. നിങ്ങൾ ആദ്യം ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. KYC വീണ്ടും വന്നിട്ടുണ്ട്. FIUവിൻ്റെ അണ്ടറിലേക്ക് ബൈനാൻസും ബൈബിറ്റും വന്നതിന് ശേഷം വീണ്ടും KYC വന്നിട്ടുണ്ട്. അതിൽ ലെവൽ 2 വീണ്ടും ചെയ്യേണ്ടതായിട്ടുണ്ട്, പാൻ കാർഡെല്ലാം കൊടുത്തിട്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ച് വെരിഫൈ ചെയ്യാൻ പറ്റും. ഞാൻ എന്തായാലും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, കൂക്കോയിൻ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാനവിടെ വെരിഫൈനോ ക്ലിക്ക് ചെയ്യാം. വെരിഫൈങ് എന്ന് കാണിക്കുന്നുണ്ട്. ഒരുപാട് ബഗ്സും കാര്യങ്ങളും ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. ഒരു പ്രാവശ്യം ആവുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെയാണ് നിങ്ങൾ ഏത് ഡിവൈസാണ് യൂസ് ചെയ്യുന്നത് തീരുമാനിക്കേണ്ടത്. iOS ആണെങ്കിൽ ആപ്പ് ഉണ്ട്. ഈ ഒരു ട്രാൻസ്ഗേറ്റ് എന്ന് പറയുന്ന ആപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ്രോയിഡ് ആണെങ്കിൽ ഈ ഒരു ആപ്പ് ഉണ്ട്, പ്ലേ സ്റ്റോറിൽ പോയി ഞാൻ കിട്ടും. ഇവിടെ ക്ലിക്ക് ചെയ്ത പ്ലേ സ്റ്റോറിലേക്ക് പോകും. ഓക്കെ, എന്നിട്ട് ഈ ട്രാൻസ്ഗേറ്റ് എന്ന് പറയുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന PC ആയതുകൊണ്ട് തന്നെ ഞാൻ ക്രോമിൻ്റെ എക്സ്റ്റൻഷനാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. നിങ്ങൾ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണോ യൂസ് ചെയ്യുന്നത് അതിനുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. മൊബൈൽ ഫോണിലാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഞാനിവിടെ ഡൗൺലോഡ് ട്രാൻസ്ഗേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ക്രോമിൻ്റെ വെബ് സ്റ്റോറിലേക്ക് പോവുകയാണ്. ഇവിടെ ആഡ് ക്രോം കൊടുക്കുകയാണ്. എന്നിട്ട് ആഡ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇവിടെ കാണാൻ പറ്റും ആ ഒരു എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, വീണ്ടും ഈ ലെയർ എഡ്ജിൻ്റെ പേജിലേക്ക് വരുന്നു, ഒന്ന് റിഫ്രഷ് ചെയ്യുന്നു. ഓക്കെ, എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് റിഫ്രഷ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഡിറ്റക്റ്റ് ആവുള്ളൂ. ഓക്കെ, ഞാനിവിടെ വെരിഫൈനോ ക്ലിക്ക് ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് വെച്ച് വെരിഫൈ കൊടുക്കുക. ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആവണമെന്നില്ല. എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ 2-3 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഞാനിവിടെ എന്ത് ചെയ്യാൻ പോവാണ്, എൻ്റെ കൂക്കോയിൻ്റെ അക്കൗണ്ടോടെ ലോഗിൻ ചെയ്യാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ എൻ്റെ കൂക്കോയിൻ്റെ അക്കൗണ്ടോടെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും വെരിഫൈഡ് ആണ്. ഓക്കെ, ഞാൻ KYC ജസ്റ്റ് വെരിഫൈ ചെയ്തിട്ടുണ്ട്. പാൻ കാർഡ് കാര്യങ്ങളും ചെയ്തിട്ടില്ല. ആ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഇവിടെ സ്റ്റാർട്ട് എന്ന് പറയുന്ന ബട്ടൺ കാണാൻ പറ്റും. ഇത് എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമാണ് വരിക. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നേരത്തെ ഞാൻ കാണിച്ചല്ലോ എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്തത്. നിങ്ങൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഈ ഒരു പേജിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവരുടെ ആപ്പിലേക്ക് പോകാനാണ് കാണിക്കുക. ആ ആപ്പിലേക്ക് കയറുക. ഓക്കെ, ആപ്പിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു സ്റ്റാർട്ട് ഉണ്ടാവും. സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, വെരിഫിക്കേഷൻ പ്രോസസ്സിംഗ് ആവുന്നതാണ്. ഓക്കെ, ഇനി ഒന്നും ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പേജിലേക്ക് വന്നതിന് ശേഷം ഒന്നും കൂടെ റിഫ്രഷ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടുത്തെ പോപ്പപ്പും കാര്യങ്ങളൊക്കെ എക്സ്റ്റൻഷൻ്റെ പോപ്പപ്പും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഒന്നുകൂടെ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഈ ഒരു കൂക്കോയിൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെരിഫൈ നോ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനിവിടെ ഓട്ടോമാറ്റിക്കലി നേരത്തെ ലോഗിൻ ആക്കിയതുകൊണ്ട് തന്നെ വീണ്ടും ലോഗിൻ ആയ പേജിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും വെൻ യു സക്സസ്ഫുള്ളി ലോഗിൻ പ്ലീസ് ക്ലിക്ക് ദ സ്റ്റാർട്ട് ബട്ടൺ എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തു. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ലോഡിങ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ റണ്ണിങ് ആവുന്നുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇതിൽ റണ്ണിങ് വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ കാണിച്ച പോലെ തന്നെ ഒന്ന് റിഫ്രഷ് ചെയ്യുക, എന്നിട്ടൊന്ന് ക്ലോസ് ചെയ്തിട്ട് ബാക്ക് വന്നതിന് ശേഷം വീണ്ടും തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്താവും,
ഇവിടെ വെരിഫൈങ് ആവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും KuCoin വെച്ച് ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ സക്സസ്ഫുള്ളി വെരിഫൈ ആയിട്ടുണ്ട്. എനിക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ആവണമെന്നില്ല. ഓക്കെ, നിങ്ങൾ മൊബൈൽ ഫോണിൽ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലെ തന്നെ ഈ ഒരു ആപ്പിലേക്കാണ് പോകേണ്ടത്. ഞാനിപ്പോൾ ക്രോമിൻ്റെ എക്സ്റ്റൻഷനിലേക്കാണ് പോയത്, അതിന് ഒരു ആപ്പിലേക്കാണ് പോകേണ്ടത്. അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കി പ്രോസസ്സ് എല്ലാം സെയിം ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മേലേക്ക് വന്നാൽ കാണാൻ പറ്റും എൻ്റെ പ്രൂഫ് ഓഫ് ഹ്യൂമാനിറ്റി സ്കോർ 40 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിൽ കാണിച്ച ഏതെങ്കിലും മെത്തേഡ് വെച്ചുകൊണ്ട് എന്ത് ചെയ്താൽ മതി, വെരിഫൈ ചെയ്താൽ മതി. ഈ 40 പോയിൻ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മിനിമം റിക്വയർമെൻറ്റ്, എയർ ഡ്രോപ്പ് കിട്ടാനുള്ള റിക്വയർമെൻറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, ഇത് മതി, ഇതാണ് മിനിമം ചെയ്യേണ്ട കാര്യം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എയർ ഡ്രോപ്പിന് എലിജിബിൾ ആണ്. ഇത് ഓൾറെഡി ലെയറേജിൻ്റെ ടീം തന്നെ ഡിസ്കോഡിൽ നമ്മളോട് കൺഫേം ചെയ്ത കാര്യമാണ്. ഓക്കെ, ഞാൻ പറയുന്നതല്ല, ഇവരുടെ ടീം തന്നെ പറഞ്ഞതാണ് 40 പോയിന്റ് മതി എന്നുള്ള കാര്യം, മിനിമം. ഓക്കെ, മിനിമം 40 വേണം. ഏതെങ്കിലും ഒരു വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, 40 പോയിന്റ് കിട്ടും. ഓക്കെ, ഇനി ലെവൽ 2 നോക്കാം. ലെവൽ 2ലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബിനാൻസ്, അതുപോലെ തന്നെ OKX, ബിറ്റ്ഗെറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്പോട്ട് ട്രേഡിങ്ങിൽ ബൈബിറ്റ്. ഓക്കെ, 30-ഡേ വോളിയം $500 മുകളിലേക്ക് ഈ പറഞ്ഞ ഏതെങ്കിലും 4 എക്സ്ചേഞ്ചുകളിൽ വേണം, എങ്കിലാണ് നമുക്ക് ലെവൽ 2 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. പറഞ്ഞ എക്സ്ചേഞ്ചുകൾ നോക്കുക, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ബൈനാൻസ് ഉണ്ട്, OKX ഉണ്ട്, ബിറ്റ്ഗെറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ബൈബിറ്റും ഉണ്ട്. ഓക്കെ, ഈ 4 എക്സ്ചേഞ്ചുകളിൽ ഏതെങ്കിലും നിങ്ങളുടെ 30 ഡേയ്സ്, അതായത് കഴിഞ്ഞ 30 ദിവസത്തെ ട്രേഡിംഗ് വോളിയം $500 മുകളിലായിരിക്കണം. സ്പോട്ടിൽ, ഫ്യൂച്ചേഴ്സിലല്ല, സ്പോട്ടിൽ നിങ്ങൾ കോയിൻസ് വാങ്ങിയതും വിറ്റതുമായ ട്രേഡിംഗ് വോളിയം $500 മുകളിലേക്കെങ്കിലും വരണം. നിങ്ങളുടെ ബാലൻസ് അല്ല, ട്രേഡിംഗ് വോളിയം. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കുക. ട്രേഡിംഗ് വോളിയം എന്താണെന്ന് അറിയില്ലെങ്കിൽ, ഇപ്പോൾ ഞാൻ ബിറ്റ് കോയിൻ $500 വാങ്ങി, എന്നിട്ട് ബിറ്റ് കോയിൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വിറ്റു, വീണ്ടും ഇതുവരെ ഞാൻ $500 വാങ്ങി. അപ്പോൾ എൻ്റെ ട്രേഡിംഗ് വോളിയം എന്ന് പറഞ്ഞാൽ $1000 ആയി. കാരണം എന്താ, എൻ്റെ ട്രാൻസാക്ഷൻസ് ആണ് അവിടെ വോളിയമായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അത് സ്പോട്ടിലാണ് ചെയ്യേണ്ടത്, ഫ്യൂച്ചേഴ്സിലല്ല. സ്പോട്ടിൽ നിങ്ങൾ ഈ പറഞ്ഞ 4 എക്സ്ചേഞ്ചുകളിൽ ഏതിലെങ്കിലും കഴിഞ്ഞ 30 ദിവസത്തിനുള്ളിൽ $500 അധികമുള്ള ട്രാൻസാക്ഷൻ സ്പോട്ടിൽ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെരിഫൈ നോ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെയും സെയിം പ്രോസസ് തന്നെയാണ്. വെരിഫൈ നോ ക്ലിക്ക് ചെയ്യുക. വെരിഫൈ നോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ഇതുപോലെ പ്രൈമസ് എന്ന് പറയുന്ന ഒരു ക്രോം എക്സ്റ്റൻഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് വരും. അത് ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ആഡ് ക്രോം കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, വീണ്ടും ഈ പേജിലേക്ക് വരിക, വീണ്ടും വെരിഫൈ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഏത് എക്സ്ചേഞ്ചിൻ്റെതാണോ വെരിഫൈനോ കൊടുത്തത് ആ ഒരു അക്കൗണ്ട് ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് പോകും. അവിടെ വീണ്ടും ലോഗിൻ ചെയ്യുക. എന്നിട്ട് നേരത്തെ കാണിച്ച പോലെ തന്നെ ലോഗിൻ ചെയ്തതിനു ശേഷം വീണ്ടും റിഫ്രഷ് ചെയ്ത് ബാക്കിലേക്ക് വരിക, വീണ്ടും വെരിഫൈനോ ക്ലിക്ക് ചെയ്യുക. അപ്പം എന്ത് ചെയ്യും, നിങ്ങളുടെ ട്രേഡിംഗ് വോളിയം ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്യും ആ ഒരു ക്രോം എക്സ്റ്റൻഷൻ. എന്നിട്ട് 30 ഡേയ്സ് ട്രേഡിംഗ് വോളിയം $500 മുകളിലേക്കാണെങ്കിൽ ഇതും വെരിഫൈ ആവും. വീണ്ടും 40 പോയിന്റ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, 40 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ 80 പോയിന്റ് ആയിട്ട് മാറും. ഓക്കെ, എനിക്കിപ്പോൾ എന്തായാലും ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്ന എക്സ്ചേഞ്ചസ് ബൈനാൻസ് അല്ല, OKX അല്ല, ബിറ്റ്ഗെറ്റ് അല്ല, അതുപോലെ തന്നെ ബൈബിറ്റും അല്ല. ഓക്കെ, 30 ഡേയ്സ് ട്രേഡിംഗ് വോളിയം $500 മുകളിലേക്ക് എനിക്ക് ഈ 4 എക്സ്ചേഞ്ചുകളിലും ഇല്ല. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു KYC എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ BingX ആണ്. KYC ഇല്ലാത്ത എക്സ്ചേഞ്ച് Bluefin ആണ്. ഓക്കെ, അപ്പോൾ ഈ 2 എക്സ്ചേഞ്ചുകളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിത് ചെയ്യാൻ പറ്റില്ല. ഇത് ചെയ്തില്ല എന്ന് വെച്ചൊരു പ്രശ്നമുണ്ടോ? ഇല്ല. ഓക്കെ, ഇവിടെ തന്നെ കാണാൻ പറ്റും ഓപ്ഷണൽ എന്ന് കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഓക്കെ, ഇത് ചെയ്യുകയാണെങ്കിൽ അഡ്വാൻറ്റേജ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അഡ്വാൻറ്റേജ് ഉണ്ടായേക്കാം. എയർ ഡ്രോപ്പ് ചിലപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ കുറച്ച് ഒരു 10% അല്ല 5% കൂടുതൽ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയേക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടാൻ ചാൻസ് ഉണ്ട്, ഒന്നും കിട്ടാതിരിക്കാനും ചാൻസ് ഉണ്ട്. മിനിമം ടു മിനിമം ഏറ്റവും റിക്വയർമെൻറ്റ് 40 പോയിന്റ് കംപ്ലീറ്റ് ആക്കണം, ലെവൽ 1 കംപ്ലീറ്റ് ആക്കണം എന്നുള്ളതാണ്. നിങ്ങൾ ലെവൽ 2 കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ ലെവൽ 3 ഓപ്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ഓക്കെ, മൂന്നാമത്തെ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് അഡ്വാൻസ്ഡ്. ഇതും ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി, മാൻഡേറ്ററി അല്ല, നിർബന്ധമല്ല എന്ന കാര്യം മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, human.tech എന്ന് പറയുന്ന ഒരു വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ജസ്റ്റ് വെരിഫൈ നോ ക്ലിക്ക് ചെയ്യുക. വെരിഫൈ നോ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും ചെക്കിങ് യുവർ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട്. ചെക്ക് ചെയ്യുന്നുണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും ഡിഡിൻറ്റ് പാസ് ദ ഹ്യൂമൻ സ്കോർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താ, ഞാൻ ലെവൽ 2 കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ 40 പോയിന്റ് പോരാ, 80 പോയിന്റ് ഉണ്ടെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റൂ, ഈ ഒരു മൂന്നാമത്തെ ടാസ്കിലേക്ക്, മൂന്നാമത്തെ ലെവലിലേക്ക് വരാൻ പറ്റൂ. ലെവൽ 1 നിർബന്ധമായിട്ടും കംപ്ലീറ്റ് ചെയ്യണം. അതിനുശേഷം ലെവൽ 2 ചെയ്തവർക്ക് മാത്രമാണ് ലെവൽ 3ലേക്ക് ചെയ്യാൻ പറ്റുക എന്ന കാര്യം മനസ്സിലാക്കുക. ലെവൽ 2യും ലെവൽ 3യും ഓപ്ഷനിൽ മാത്രമാണ്, നിർബന്ധമല്ല. വേണ്ടവർക്ക് മാത്രം ചെയ്താൽ മതി. നിങ്ങൾക്ക് ട്രേഡിംഗ് വോളിയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടെ ടാസ്കുകളോ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് വെരിഫിക്കേഷൻ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ അത്ര മാത്രം ചെയ്താൽ മതി. നിങ്ങൾ ലെവൽ 1 ഏതെങ്കിലും ഒരു ടാസ്ക് നിർബന്ധമായിട്ടും കംപ്ലീറ്റ് ആക്കുക. അത്ര മാത്രമാണ് ചെയ്യാനുള്ളത്. നമ്മുടെ KYC ചെയ്തത് KuCoin ആണ്. ഏതെങ്കിലും KYC ചെയ്ത അക്കൗണ്ട്, എക്സ്ചേഞ്ച് അക്കൗണ്ട് വെച്ച് ജസ്റ്റ് വെരിഫൈ ചെയ്യുക. അതാണ് ഏറ്റവും മിനിമം ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ട്രേഡിംഗ് വോളിയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതൊക്കെ ചെയ്യാം. ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. കാരണം ഞാൻ ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ട്രേഡിംഗ് വോളിയം ജനറേറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെയറേജിൽ നിന്ന് ഞാൻ വലിയ ഇൻകം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം എന്താ, ഒരുപാട് ആൾക്കാർ 10 മില്യൺ യൂസേഴ്സൊക്കെയാണ് ഈ ഒരു എക്സ്റ്റൻഷൻ വെച്ച് ഫാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ബ്രൗസർ ബേസ്ഡ് നോഡുകൾ റൺ ചെയ്യുന്ന കെയർഡ്രോപ്പിന് വളരെയധികം പോപ്പുലർ, ഓവർ ഫാംഡ് ആയിരിക്കും. ഓക്കെ, വളരെ പോപ്പുലർ ആവുകയും ചെയ്യും, വളരെ ഓവർ ഫാംഡ് ആവുകയും ചെയ്യും. അതുകൊണ്ട് ഭയങ്കര യൂസേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വലിയ എക്സ്പെക്ടേഷനോ കാര്യങ്ങളൊന്നും ഈ എയർ ഡ്രോപ്പിൽ വെച്ചിട്ടില്ല. ഓക്കെ, ഞാൻ എയർ ഡ്രോപ്പിൽ എക്സ്പെക്ടേഷൻ വെക്കുന്നതെന്ന് പറഞ്ഞാൽ ചെയ്യാൻ വളരെ പാടുള്ള, ഒരുപാട് എറേഴ്സ് ഉള്ള,
യൂസേഴ്സ് വളരെ കുറവുള്ള ഇത്ര എറേഴ്സും ഭയങ്കര ചെയ്യാൻ പാടുമൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് യൂസേഴ്സ് കുറവായിരിക്കും. കാരണം എന്താ, ഈ ഒരു എയർ ഡ്രോപ്പ് ചെയ്യുന്നില്ലേ എന്നൊരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാം ബ്രോ ഇതൊക്കെ ഭയങ്കര എറേഴ്സാണ്, ഭയങ്കര കഷ്ടപ്പാടാണ് ചെയ്യാമെന്നാണ് എല്ലാവരും പറയുക, ഭൂരിഭാഗം ആൾക്കാരും. അപ്പോൾ അങ്ങനത്തെ എയർ ഡ്രോപ്പാണ് ഞാൻ നല്ല ഇരുന്ന് ഫാം ചെയ്യുക, നല്ല കഷ്ടപ്പെടുക. കാരണം എന്താ, അങ്ങനെ കഷ്ടപ്പെടുന്നതിന് അതിന് റിവാർഡ് ഉറപ്പായിട്ടും കിട്ടും. കാരണം യൂസേഴ്സിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. ഫസ്റ്റ് ജോയിൻ ചെയ്ത ആ ഒരു ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ, ജോയിൻ ചെയ്യുന്ന ഒരു ആക്റ്റീവ് ആയിരിക്കില്ല. ഇതുപോലത്തെ എയർ ഡ്രോപ്പുകൾ ഈസിയാണ്, അതുകൊണ്ട് തന്നെ ആൾക്കാർ ഒരുപാട് ആക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അത്ര എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല, അത് റിയാലിറ്റിയാണ്. അതുതന്നെയാണ് ടെലഗ്രാം എയർ ഡ്രോപ്പിൻ്റെയും അവസ്ഥ. ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളതാണ് ടെലഗ്രാം എയർ ഡ്രോപ്പ് പ്രൊജക്റ്റുകളുടെ അവസ്ഥ. അതുപോലെ തന്നെ ഒരുപാട് പ്രൊജക്റ്റുകൾ സ്കാംസും ആണ്. വെറുതെ നിങ്ങളെ പറ്റിച്ച് ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രം എയിം ചെയ്യുന്ന ടെലഗ്രാം ബേസ്ഡ് പ്രൊജക്റ്റുകളും ഉണ്ട്, അവർക്ക് മാത്രം ലാഭം ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നല്ലതും ചീത്തയുമായ പ്രൊജക്റ്റുകളെല്ലാം ഉണ്ട്. യൂസേഴ്സ് കൂടുന്തോറും ഇവർക്ക് തരുന്ന ഫണ്ടിന് ഒരു പരിമിതി ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതൊന്നും വലിയ എക്സ്പെക്ടേഷൻ ഒന്നും വെക്കരുത് എന്ന കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യം ഇതാണ്, ഫണ്ടിങ് ഉണ്ടോ, ബാക്കിംഗ് ഉണ്ടോ, ഈ പ്രൊജക്റ്റ് എന്താണ് അത് മനസ്സിലാക്കണം. ഫണ്ടിങ് മാത്രം പോരാ. ആ ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എയർ ഡ്രോപ്പ് വരാനുള്ള പൈസ അല്ല, അവരുടെ പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള പൈസയാണ്. അപ്പോൾ അവരുടെ പ്രൊജക്റ്റ് ഫ്യൂച്ചറിൽ എങ്ങനെ റൺ ചെയ്യും, പ്രോഫിറ്റബിളായി റൺ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഫാം ചെയ്യാനല്ല. അത് എല്ലാ ഡ്രോപ്പും കയറി ഫാം ചെയ്ത് ടൈം വേസ്റ്റ് ആക്കണ്ടല്ലോ. ഫ്യൂച്ചറിൽ അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ കോയിന് ഉറപ്പായിട്ടും ഡിമാൻഡ് ഉണ്ടാവും മാർക്കറ്റിൽ. ആ കോയിന് ഡിമാൻഡ് ഉണ്ടെങ്കിൽ എന്താ, കോയിന് പ്രൈസ് നല്ല രീതിക്കായിരിക്കും ലോഞ്ച് ആക്കുക, അപ്പോൾ നമുക്ക് നല്ല എയർ ഡ്രോപ്പ് കിട്ടുകയും ചെയ്യും. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നല്ല പ്രൊജക്റ്റാണോ നോക്കണം, ഫണ്ടിങ് ഉണ്ടോ നോക്കണം, ഓവർ ഫാംഡ് ആണോ, ഇതുപോലെ ലെയറേജ് പോലെ ഒരുപാട് യൂസേഴ്സ് വരുമോ എന്ന് നോക്കണം. ഓക്കെ, വളരെ ഈസി ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന എയർ ഡ്രോപ്പ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ, അത് ഒരു കോമൺ സെൻസ് ആണ്. അപ്പോൾ ആ കാര്യം നോക്കുക. ഇതെല്ലാം വന്നാലും ഒരു എയർ ഡ്രോപ്പ് ചിലപ്പോൾ കിടിലനാവണം, നല്ല എയർ ഡ്രോപ്പ് തരണമെന്ന് ഒരു ഉറപ്പുമില്ല. എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാരണ്ടീഡ് പേയ്മെൻ്റ് അല്ല. ചിലപ്പോൾ നല്ലത് കിട്ടിയേക്കാം, നമ്മൾ ₹1 എക്സ്പെക്ട് ചെയ്യുന്ന എയർ ഡ്രോപ്പിൽ നിന്ന് 1 ലക്ഷം ചിലപ്പോൾ കിട്ടിയേക്കാം. നമ്മൾ 1 ലക്ഷം എയർ ഡ്രോപ്പ് കിട്ടുന്ന എക്സ്പെക്ട് ചെയ്ത് ചെയ്യുന്ന എയർ ഡ്രോപ്പ് ആണെങ്കിൽ വളരെ കുറഞ്ഞ എമൗണ്ടൊക്കെ നമുക്ക് കിട്ടുക, 1000, 10, 20 ഒക്കെ ആയിരിക്കും കിട്ടുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എക്സ്പെക്റ്റേഷൻ എപ്പോഴും കുറച്ച് വെക്കുക. എല്ലാ എയർ ഡ്രോപ്പിലും നല്ലത് കിട്ടുന്നുണ്ടാവും, മോശം കിട്ടുന്നുണ്ടാവും. നല്ലത് കിട്ടുകയാണെങ്കിൽ ഹാപ്പി, മോശം കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിന് കുറ്റം പറഞ്ഞ് വളരെ തെറി വിളിച്ച് അവരെ പ്രൊജക്റ്റ് സ്കാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈം വേസ്റ്റ് ആക്കാതെ അടുത്ത പ്രൊജക്റ്റിലേക്ക് മൂവ് ഓൺ ചെയ്യുക. ഓക്കെ, അതാണ് എയർ ഡ്രോപ്പ് ഫാമിംഗ്. വർഷങ്ങളായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. ഓക്കെ, എയർ ഡ്രോപ്പ് ഫാം ചെയ്യുമ്പോൾ എമൗണ്ട് എത്ര കിട്ടുമെന്ന് എക്സ്പെക്ട് ചെയ്ത് ആരും ഫാം ചെയ്യരുത്. ഇന്ന് ലിസ്റ്റ് ആവും, നാളെ ലിസ്റ്റ് ആവും എന്നൊരു ടാർഗറ്റ് വെച്ച് ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ വർഷങ്ങൾ കഴിയും പ്രൊജക്റ്റിൽ ലിസ്റ്റ് ആവാൻ. അപ്പോൾ നല്ല എയർ ഡ്രോപ്പ് ചിലപ്പോൾ കിട്ടിയേക്കാം, ചിലപ്പോൾ മോശം എയർ ഡ്രോപ്പ് ആയിരിക്കും കിട്ടുന്നത്, ചിലപ്പോൾ എയർ ഡ്രോപ്പിന് എലിജിബിലിറ്റി ഉണ്ടാവില്ല. ഇതൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം എയർ ഡ്രോപ്പ് ഫാമിംഗ് ചെയ്യാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മടുക്കും, നിങ്ങൾ നിർത്തും, നല്ല എയർ ഡ്രോപ്പുകൾ നിങ്ങൾ മിസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഞാൻ എപ്പോഴും പറയാറുണ്ട് 10 or 20 എയർ ഡ്രോപ്പ് ഫാം ചെയ്യുമ്പോഴായിരിക്കും ഒരു നല്ല എയർ ഡ്രോപ്പ് കിട്ടുക. ബാക്കിയെല്ലാം വളരെ കുറഞ്ഞ എമൗണ്ട്സ് മാത്രമായിരിക്കും. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് മാത്രം ഫാം ചെയ്യുക. നിർബന്ധമായിട്ടും ലെവൽ 1 ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. കാരണം ചിലവോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഫ്രീ ആണ്. ഒരു KYC ചെയ്ത് അക്കൗണ്ട് ഉണ്ടായാൽ മാത്രം മതി. 40 പോയിന്റ് ആക്കി വെക്കുക, അത്ര ചെയ്താൽ മതി. ഇനി നമുക്ക് അടുത്ത അപ്ഡേറ്റിൽ എന്താണോ വരുന്നത് അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ തീർച്ചയായിട്ടും അത് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തവരാണെങ്കിൽ ജോയിൻ ചെയ്ത് വെക്കുക, അവിടെയാണ് നമ്മൾ എല്ലാ അപ്ഡേറ്റ്സും പ്രൊവൈഡ് ചെയ്യുക. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സാഹചര്യത്തിൽ മാത്രമാണ് നമ്മൾ വീഡിയോസ് ചെയ്യുക. അല്ലാത്തപ്പോൾ ടെലഗ്രാമിലായിരിക്കും അപ്ഡേറ്റ്. അത് തീർച്ചയായിട്ടും ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക. കാരണം അതാണ് നമ്മളെ വീഡിയോസ് ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. സീ യു സൂൺ, ബൈ.